സ്വന്തം പിതാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ വീഡിയോ കോളിലൂടെ കണ്ടുകൊണ്ട് മക്കൾ ചോദിക്കുകയാണ്, ഇത് കത്തിത്തീരാൻ ഇനി എത്ര സമയമെടുക്കും? ഹരിയാനയിൽ നിന്ന് നമ്മൾ കേട്ടതായൊരു വാർത്തയാണിത്. ആ പിതാവ് വൃദ്ധസദനത്തിലാണ് മരണപ്പെടുന്നത്. മരിച്ചു എന്ന വാർത്ത അറിഞ്ഞിട്ടും ഒന്ന് ഓടിയെത്താൻ പോലും ആ മക്കൾ തയ്യാറായിട്ടില്ല. സ്വത്തുക്കളെല്ലാം സ്വന്തം പേരിൽ എഴുതിയതിനു ശേഷം മാതാപിതാക്കളെ തെരുവിലേക്ക് ഇറക്കി വിടുന്നതായ മക്കൾ, ഹോസ്പിറ്റലുകളിൽ ചികിത്സ കഴിഞ്ഞിട്ടും കൂട്ടിക്കൊണ്ടുപോകാതെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് പ്രായമായ ആളുകൾ, അതേപോലെ തന്നെ ഒരു നോക്ക് മക്കളെ കാണാനായി വൃദ്ധസദനത്തിൽ കാത്ത് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഒരപൂർവ വാർത്തകളല്ല. നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ ദൂരനാടുകളിലോ പോയി ജോലി ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ ദൂരം കൂടുന്ന സമയത്ത് മനസ്സുകൾ തമ്മിൽ അകലാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് സമ്പത്തല്ല, അല്ലെങ്കിൽ ഒരുപാട് സ്വർണമല്ല, മറിച്ച് അവരെ കരുതലോടുകൂടെ ചേർത്തു പിടിക്കലാണ് അവർക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. നാം മനസ്സിൽ കൊത്തിയിടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ എന്താണോ നൽകിയത്, അവരോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറിയത്, ഇതുതന്നെയായിരിക്കണം നമ്മുടെ മക്കളിൽ നിന്നും ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.